ആരായിരുന്നു ഫാദർ ബെനഡിക്ട്? വെറുമൊരു വൈദികനായിരുന്നില്ല അദ്ദേഹം. രോഗികൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരാൾ. തന്റെ കുപ്പായത്തിൽ ചോരക്കറ പുരണ്ടപ്പോഴും ലോക്കപ്പിൽ പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഒന്നേയുള്ളൂ: എൻ്റെ ദൈവം ഇതറിയുന്നു. അദ്ദേഹത്തിന്റെ ആത്മീയത എന്നത് ആൾക്കൂട്ടത്തിന് മുന്നിലെ പ്രകടനമായിരുന്നില്ല, മറിച്ച് നിശബ്ദമായ സഹനമായിരുന്നു. കോടതി അദ്ദേഹത്തെ വിട്ടയച്ചെങ്കിലും സമൂഹം അദ്ദേഹത്തെ ക്രൂശിച്ചു. സഭയ്ക്കുള്ളിൽ പോലും അദ്ദേഹം ഒറ്റപ്പെട്ടു. എന്നിട്ടും അദ്ദേഹം ആരോടും പരാതി പറഞ്ഞില്ല, പ്രതികാരം ചെയ്തില്ല. യഥാർത്ഥ ആത്മീയത എന്നത് തനിക്ക് നേരെയുള്ള കല്ലേറുകളെ പുഞ്ചിരിയോടെ നേരിടുക എന്നതാണെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. ഫാദർ ബെനഡിക്ടിനെ പോലെ നിരപരാധികൾ ക്രൂശിക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് വിശുദ്ധരുടെ മുഖംമൂടി അണിഞ്ഞ ചെന്നായ്ക്കൾ വാഴുന്നുമുണ്ട്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വിചിത്രമായ ഒരു ലോകത്താണ്. സങ്കടങ്ങൾ പറയുവാൻ ഒരാളെ തിരയുമ്പോൾ ചേർത്ത് പിടിക്കുവാൻ വരുന്ന കൈകളിൽ പോൽ പലപ്പോഴും വിഷം പുരണ്ടിട്ടുണ്ടാകും. ആത്മീയതയെ ഒരു കച്ചവടമായി കാണുന്നവർ, കൗൺസിലിംഗിന്റെയും പ്രാർത്ഥനയുടെയും പേരിൽ ഇരകളെ വലയിലാക്കുന്നവർ, ഇവരെയൊക്കെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പലരും വിശുദ്ധർ എന്ന് കരുതുന്നവരുടെ അടുത്തേക്ക് ആശ്വാസം തേടി ചെല്ലുന്ന സാധാരണക്കാരായിരിക്കും. പലപ്പോഴും വലിയ ചതിക്കുഴികളിലാണ് ചെന്ന് ചാടുന്നത്. നിങ്ങളുടെ സ്വകാര്യതകൾ ചോർത്തി നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ആത്മീയ ഗുരുക്കന്മാരാണ് ഇന്ന് കൂടുതലും. വിശ്വാസത്തെ ചൂഷണം ചെയ്യുവാൻ ദൈവം ശിക്ഷിക്കുന്നുവെന്ന് ഭയപ്പെടുത്തി സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്യുന്നവർ. ഫാദർ ബെനഡിക്ട് കുരിശിലേറ്റപ്പെട്ടത് മറ്റുള്ളവരുടെ പാപം ഏറ്റെടുത്താണെങ്കിൽ ഇന്ന് പലരും കുരിശിലേറ്റപ്പെടുന്നത് ഇത്തരത്തിലുള്ള കപട വിശുദ്ധരുടെ ക്രൂരതകൾക്ക് ഇരയായാണ്. റാന്നിയിലെ കൊലയാളി മരിക്കുന്നതിന് മുമ്പ് സത്യം വിളിച്ചു പറഞ്ഞത് എന്തിനാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. വേറെ ഒന്നും കൊണ്ടുമല്ല, ആ പാപം ചെയ്തതിനു ശേഷം തന്റെ കുടുംബം അനുഭവിച്ച അതിദാരുണമായ തകർച്ചകളെക്കുറിച്ചാണ്. ഒരു നിരപരാധിയായ ദൈവപുരുഷന് ചതിച്ചതിന്റെ ശാപം തങ്ങളെ വേട്ടയാടുന്നു എന്ന ഭയമാണ് അയാളെ കൊണ്ട് സത്യമെല്ലാം പറയിപ്പിച്ചത്. ഒരു മനുഷ്യ ജീവിതത്തിൽ ആർക്കും അനുഭവിക്കാൻ പറ്റാത്ത അത്രയധികം വേദനയുണ്ടാക്കുന്ന അനുഭവങ്ങളാണ് ആ കുടുംബത്തിലുണ്ടായത്. ആ പ്രതിയുടെ കുടുംബത്തിലെ തലമുറയിലുള്ളവർ പോലും അസ്വാഭാവികമായ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടതായി വെളിപ്പെടുത്തലുണ്ട്. ചെറുപ്പക്കാരും ആരോഗ്യവന്മാരായ മക്കൾ അപ്രത്യക്ഷമായി മരിക്കുന്നു. ആ കുടുംബത്തെ തളർത്തിയത് മറ്റൊന്ന്, താൻ ചെയ്ത വലിയ പാപത്തിന്റെ ഫലമാണെന്ന് ആ പ്രതി എപ്പോഴും വിശ്വസിച്ചു കൊണ്ടുവരുന്നു. പിന്നെ വിട്ടുമാറാത്ത രോഗങ്ങൾ ആ കുടുംബത്തെ വേട്ടയാടി. ആധുനിക വൈദ്യശാസ്ത്രത്തിന് ചികിത്സിച്ചു മാറ്റുവാൻ കഴിയാത്ത വിധത്തിലുള്ള ശാരീരികവും മാനസികവുമായ അസ്വസ്ഥങ്ങൾ ആ വീട്ടിലെ അംഗങ്ങളെ ബാധിച്ചു. സമാധാനം എത്തുന്നത് ആ വീട്ടിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാലത്ത് നല്ല നിലയിലായിരുന്ന ആ കുടുംബം പടിപടിയായി ദാരിദ്ര്യത്തിലേക്ക് വീണു. എസ്റ്റേറ്റും ഭൂസ്വത്തുക്കളും കൈമോശം വന്നു. കൈവയ്ക്കുന്നതെല്ലാം കരിഞ്ഞു പോകുന്ന അവസ്ഥയിലായിരുന്നു ആ കുടുംബമെന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതകം നടന്ന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മറിയാമ്മയുടെ മൃതദേഹവും ഫാദർ ബെനഡിക്ടിന്റെ സഹായതയുടെ മുഖവും പ്രതിയെ സ്വപ്നങ്ങളിൽ പോലും വേട്ടയാടിക്കൊണ്ടിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികളും ഭയവും അയാളെ ഒരു ജീവിച്ചിരിക്കുന്ന ശവമാക്കി മാറ്റി. തൻ്റെ കുടുംബ പരമ്പര തന്നെ അവസാനിച്ചു പോകുമോ എന്ന ഭയം അയാളെ പിടികൂടി. തൻ്റെ പാപം മക്കളെയും പേരക്കുട്ടികളെയും ബാധിക്കരുതെന്ന ആഗ്രഹമാണ് ഒടുവിൽ സത്യം വിളിച്ചു പറയുവാൻ അയാളെ പ്രേരിപ്പിച്ചത്. ഇന്ന് മാന്യതയുടെയും ഭക്തിയുടെയും കറുത്ത മുഖംമൂടി വെച്ച് നടക്കുന്ന പലരെയും കാലം പൊളിച്ചെഴുതും. പാവപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിൽ പടുത്തുയർത്തിയ സാമ്രാജ്യങ്ങൾ തകരും. നല്ലവർ എന്ന സമൂഹം വാഴ്ത്തുന്ന പലരുടെയും ഉള്ളിലെ ഇരുട്ട് പുറത്തു വരുവാൻ ഒരു നിമിത്തം മതി. ഫാദർ ബെനഡിക്ട് ജീവിതം നമുക്ക് തരുന്ന പാഠം ഇതാണ്: മനുഷ്യൻ എഴുതുന്ന വിധിന്യായമല്ല ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിലുള്ളത്. പ്രിയപ്പെട്ടവരെ, ഫാദർ ബെനഡിക്ട് ഓണാങ്കുളം ഇന്ന് ഒരു ഓർമ്മയാണ്. പക്ഷേ ആ ഓർമ്മ നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർക്ക് ഒരു ആവേശമാണ്. നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ, ലോകം നിങ്ങളെ കല്ലെറിയുമ്പോൾ ഓർക്കുക, സത്യം നിങ്ങളുടെ ഭാഗത്തെങ്കിൽ നിങ്ങൾ ജയിക്കും. അതേസമയം ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ആത്മീയത എന്നത് ആൾ ദൈവങ്ങളിലോ കപട വേഷങ്ങളിലോ അല്ല, നിങ്ങളുടെ ഉള്ളിലെ നന്മയിലാണ്. ചതിക്കുഴികൾ തിരിച്ചറിയുക. വിശുദ്ധിയുടെ ലേബലിൽ വരുന്ന വിഷപ്പാമ്പുകളെ തിരിച്ചറിയുവാനുള്ള വിവേകം നമുക്കുണ്ടാകണം. ഫാദർ ബെനഡിക്ട് എന്ന ആ വലിയ മനുഷ്യന്റെ ആത്മാവിനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. വൈകിയാണെങ്കിലും തെളിഞ്ഞ ആ സത്യത്തിന് മുന്നിൽ തലകുനിക്കാം. നീതിയുടെ വാതിലുകൾ മനുഷ്യർ അടച്ചേക്കാം, പക്ഷേ സത്യത്തിന്റെ സൂര്യനെ മറയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. നന്ദി.